വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. പാക് അധീന കശ്മീരിൽ ഒരു വലിയ ജൻസി കലാപം തുടങ്ങിക്കഴിഞ്ഞു. ജൻസി കലാപം അവര് അങ്ങനെ തുടങ്ങിയതല്ല. അത് ആക്ച്വലി അവരൊരു സമാധാനപരമായിട്ടുള്ള ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് അവിടെ നടത്തിയ ആ, ഒരു പ്രതിഷേധം. ആ പ്രതിഷേധത്തിന് നേരെ അജ്ഞാതനായിട്ടുള്ള ഒരു തോക്കുധാരി വെടിയുതിർത്തു. ഒരു വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു. വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. വെടിവയ്പിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികൾ നാശനഷ്ടങ്ങൾ വരുത്തി. അവർ ടയറുകൾ കത്തിച്ചു, തീവച്ചു, നശീകരണ പ്രവർത്തനങ്ങൾ നടത്തി. പാകിസ്ഥാൻ സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിച്ചു. പാകിസ്ഥാൻ സർക്കാർ സർവകലാശാലയിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നിരോധിച്ചിരിക്കുകയാണ് ഇപ്പോൾ. ഈ ഒരു വാർത്ത ഒരു കുഞ്ഞു വാർത്തയാണ്, പക്ഷെ ഇതിനകത്ത് ഒരുപാട് മാനങ്ങളുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഈ വിദ്യാർത്ഥികൾക്കെതിരെ കലാപം നടത്തുമ്പോൾ അതിനെതിരെ അജ്ഞാതനായിട്ടുള്ള ഒരു ആള് വെടിയുതിർക്കുകയാണ്. ഈ അജ്ഞാതനായിട്ടുള്ള ഒരാൾ ആരാണ്? അതാണ് ചോദ്യം. ഈ അജ്ഞാതനായിട്ടുള്ള ഒരാൾ ആളെന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെയുള്ള വിമിക്സുകളിലൊക്കെ അല്ലെങ്കിൽ നേരത്തെയുള്ള നമ്മുടെ ചർച്ചകളിലൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ അമേരിക്കയുടെ ഒരു സംഘം, ബ്ലാക്ക് വാട്ടർ സെക്യൂരിറ്റി, ആ സംഘം, അതിന്റെ തലവൻ എറിക് പ്രിൻസ് എന്ന് പറയുന്ന ഒരു സംഘത്തിനാണ് ഇതിന്റെ ചുമതല പല സ്ഥലങ്ങളിലും കൊടുക്കുന്നത്. അപ്പൊ ഇവരുടെ പ്രധാനപ്പെട്ട പണി എന്ന് പറഞ്ഞാൽ, ഒരു സ്ഥലത്ത് ഒരു കലാപം നടക്കുകയാണ്, ഒരു രാജ്യത്ത് ഒരു കലാപം നടക്കുകയാണ്. ആ കലാപം അട്ടിമറിക്കാനായിട്ട് അവർ ശ്രമിക്കുകയാണെങ്കിൽ അവർ ഇതുപോലുള്ള CIA ഏജന്റുമാരെയൊക്കെ അവിടെ ഇറക്കി സ്നൈപ്പറുകളൊക്കെ കാണും, വെടിയുതിർക്കും. ശേഷം ആ ചിത്രം സോഷ്യൽ മീഡിയയിൽ ഇട്ട് വൈറലാക്കി കലാപത്തെ ആളിക്കത്തിക്കും, ഭരണം അട്ടിമറിക്കും. ഇതാണ് അവരുടെ ഒരു രീതി എന്ന് പറയുന്നത്. സമാനമായിട്ടുള്ള രീതിയിലാണ് ഇവിടെ നടന്നിരിക്കുന്നത്. വാർത്ത വായിച്ചു നോക്കുമ്പോൾ എക്സാക്ട് അതിന്റെ റെപ്ലിക്കേഷൻ തന്നെയാണ് പല ജൻസി കലാപങ്ങളുടെ റെപ്ലിക്കേഷൻ. അതായത് ഇവിടെ സമാധാനപരമായിട്ട് സംഭവം നടക്കുന്നു, അജ്ഞാതനായിട്ടുള്ള ഒരു വ്യക്തി തോക്കുധാരി ഇവർക്കെതിരെ വെടിവെക്കുന്നു. അയാളെ പിടിച്ചിട്ടുമില്ല, ആർക്കും അറിയത്തില്ല അയാൾ ആരാണ് ആർക്കും അറിയില്ല. പോരാത്തതിന് അവിടെ ഒരു സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോസ് ഒക്കെ ഇട്ട് വൈറലാക്കുന്നു, ഭയങ്കരമായിട്ടുള്ള കലാപം ഉണ്ടാക്കുന്നു. ഈ കലാപത്തിന് പുറകെ ഉണ്ടായിട്ടുള്ള ഒരു നീക്കം എന്ന് പറയുന്നത്, പാകിസ്ഥാനിൽ അസീം മുനീറിന് കൂടുതൽ ഭരണഘടന പവർ കൊടുക്കാനായിട്ട് ഒരുങ്ങുന്നു. 27ാം ഭരണഘടനാ ഭേദഗതിക്ക് ഇപ്പോൾ പാകിസ്ഥാൻ സർക്കാർ തയ്യാറാകുകയാണ്. ഈ ഭേദഗതി പ്രകാരം സൈനിക മേധാവിയുടെ നിയമനവും സായുധ സേനയുടെ കമാൻഡിന്മേലുള്ള സമ്പൂർണ്ണ നിയന്ത്രണവും ഫീൽഡ് മാർഷൽ അസീം മുനീറിന് കൈമാറുകയാണ് ഇത് ചെയ്യുന്നത്. കര, വ്യോമ, നാവിക, ISI എന്നിവയുടെ തലവന്മാരെ നിയമിക്കാനുള്ള അവകാശം പോലും അസീം മുനീറിന്റെ കയ്യിൽ സ്വാഭാവികമായിട്ട് വരും. അതോടുകൂടി ഇയാൾ അരികുവൽക്കരിക്കപ്പെടും. ഷഹബാസ് ഷെരീഫ് അരികുവൽക്കരിക്കപ്പെടും. നമുക്കറിയാം അസീം മുനീറിനും ഡൊണാൾഡ് ട്രംപിനും തമ്മിലുള്ള ബന്ധം വളരെ ഊഷ്മളമായിട്ടുള്ള ബന്ധമാണ്. ഷഹബാസ് ഷെരീഫിനെ വിളിച്ചില്ലെങ്കിലും അസീം മുനീറിനെയാണ് ട്രംപ് വിളിക്കുന്നത്. അസീം മുനീറുമായിട്ട് അടച്ചിട്ട മുറിയിൽ ട്രംപ് എന്തൊക്കെയോ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് പോലും ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും പറയാം. അപ്പൊ സ്വാഭാവികമായിട്ടും എന്റെ ഒരു സംശയം, ചിലപ്പോൾ എന്റെ മാത്രം സംശയമായിരിക്കാം, ഈ അസീം മുനീറിനെ ഭരണത്തിലേറ്റാൻ അല്ലെങ്കിൽ അസീം മുനീറിന് കൂടുതൽ പവർ കൊടുക്കാൻ അമേരിക്ക ആയിരിക്കുമോ ഇതിന്റെ പിന്നിൽ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. കാരണം ഇപ്പൊ ഭരണഘടനാ ഭേദഗതി വരും, അസീം മുനീറിന്റെ കയ്യിൽ കൂടുതൽ പവർ വരും. സ്വാഭാവികമായിട്ടും സമ്പൂർണ്ണമായിട്ടുള്ള പാകിസ്ഥാന്റെ ഭരണം അയാളുടെ കയ്യിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് ഇന്ത്യ നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് വളരെ ദോഷകരമാണ്. കാരണം ഇന്ത്യയെ ഏത് നിമിഷവും അടിക്കുമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഈ അസീം മുനീർ എന്ന് പറയുന്നത്. ഷഹബാസ് ഷെരീഫിനെക്കാട്ടിലും ക്രൂവലാണ് ഈ വ്യക്തി എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത് എനിക്ക് തോന്നുന്ന ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ, ഈ പാക് അധീന കശ്മീരിൽ ഒരു സംഘർഷം സൃഷ്ടിക്കുക അമേരിക്കയുടെ ഒരു നീക്കമായിരിക്കുമോ? ഈ സംഘർഷം സൃഷ്ടിച്ചുകൊണ്ട് ആ പ്രദേശത്തെ, അതായത് ഇവർക്ക് എല്ലാ സ്ഥലങ്ങളിലും ഇവരുടെ ഉദ്ദേശ കാര്യങ്ങൾ നടത്തണമെങ്കിൽ അവിടെ എല്ലാം എപ്പോഴും കലാപകലുഷിതമായിരിക്കണം. അഫ്ഗാനിസ്ഥാൻ ഇപ്പൊ നിരന്തരം കഴിഞ്ഞ ദിവസം പോലും അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ ഒരു പ്രകോപനവും ഇല്ലാതെ ബോൾഡാക്കിൽ വെടിവെക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അവിടെ നിന്ന് സ്ത്രീകളും കുട്ടികളൊക്കെ ഓടി രക്ഷപ്പെടുന്ന വിഷ്വൽസ് ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. കോപ്പിറൈറ്റ് വയലേഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല, യുദ്ധമായതുകൊണ്ട്. അപ്പൊ അവരങ്ങ് ഓടി രക്ഷപ്പെടുകയാണ്. അപ്പൊ അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്നു, ഇപ്പൊ പാക് അധീന കശ്മീരിൽ നടക്കുന്നു. അപ്പൊ എന്റെ ഒരു മനസ്സ് പറയുന്നത്, വൈകാതെ ചിലപ്പോൾ ഇത് ബലൂചിസ്ഥാനിലും നടന്നേക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായേക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പൊ പാക് അധീന കശ്മീർ സമ്പൂർണ്ണമായിട്ടും ഇന്ത്യക്ക് അനുകൂലമായിട്ട് വരികയാണ്. ഇന്ത്യ ഇപ്പൊ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവരിങ്ങ് അടുത്തേക്ക് വരും. പക്ഷെ നമ്മളത് ചെയ്യാത്തത് കൊണ്ടാണ്. നമുക്ക് ഈസി ആയിട്ട് വിളിച്ചു കഴിഞ്ഞാൽ അവർ അടുത്തേക്ക് വരും. അപ്പോഴാണ് ഇത്തരത്തിലൊരു കലാപവും അവിടെയുള്ള ഒരു റെജീം ചേഞ്ചിനുമായിട്ടുള്ള പല നീക്കങ്ങളും അണിയറയിൽ ഒരുങ്ങുന്നത്. അപ്പോൾ ബിജുചേട്ടന് ബേസിക്കലി ഇതിൽ എന്താണ് തോന്നുന്നത്? അവിടെ എന്തായിരിക്കും അതിന്റെ അന്തർധാരയിൽ സംഭവിക്കുന്നത്? 2022 മുതൽ ഈ ന്യൂസ് ഇന്ത്യ മലയാളം ചാനൽ കാണുന്നവർക്കറിയാം, നമ്മൾ തുടർച്ചയായി പറയുന്ന കാര്യങ്ങളുണ്ട്. POKയിൽ നടക്കുന്ന സംഘർഷങ്ങളും പ്രക്ഷോഭങ്ങളും നമ്മൾ തുടർച്ചയായി വാർത്തകൾ നൽകാറുണ്ട്. അവിടുത്തെ ചെറിയ വാർത്തകൾ പോലും നമ്മൾ നൽകാറുണ്ട്. അപ്പോൾ ഇടയ്ക്ക് കഴിയുമ്പോൾ ഇത് കഴിയുമ്പം അവർ ഭരണകർത്താക്കൾ വരും, ചർച്ച ചെയ്യും, ഇത് തീരുമ്പോൾ എല്ലാവരും പറയാം അത് തീർന്നു, ഇല്ലെങ്കിൽ അവർ അടിച്ചൊതുക്കും. അപ്പൊ അന്നും നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, എന്തിന് നമ്മൾ ഈ അടുത്ത സമയത്ത് ഈ ചർച്ച എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് ഒരിക്കലും തീരില്ല. ഇത് കാരണം വിഷയം അതുപോലത്തെ വിഷയമാണ്. അടിസ്ഥാനപരമായ വിഷയം തീർക്കാതെ എങ്ങനെയാണ് ഒരു സമൂഹത്തിന്റെ പ്രശ്നം തീർക്കുന്നത്? ഈ പാകിസ്ഥാൻ ആകെ തീർക്കുന്ന ഈ തോക്ക് കൊണ്ടുള്ള മറുപടിയാണ് കൊടുക്കുന്നത്. പട്ടാളത്തെ കൊണ്ടിറക്കും, ഇവരെ പേടിപ്പിക്കും, വെടിവെക്കും. ഇതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം.
ഇവിടത്തെ അടിസ്ഥാനപരമായി ഇപ്പോൾ ഈ കുട്ടികൾ രംഗത്തിറങ്ങാനുണ്ടായ കുറെ കാരണങ്ങൾ കേട്ട ധനുഷ് വിചിത്രമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, POKയിലെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നം, മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരെ രണ്ടാം കിട പൗരന്മാരായിട്ട് കാണുന്നു എന്നുള്ളതാണ്. അതായത് ഇസ്ലാമാബാദിനും കറാച്ചിക്കും സിന്ധു പ്രവിശ്യക്കും അവിടുത്തെ ജനങ്ങൾക്ക് കിട്ടുന്ന സുഖ സൗകര്യങ്ങളൊന്നും ഇവർക്കില്ല. ഇവർ ഇവിടുന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് പോയി അവന്മാര് ഫാനിട്ട് ലൈറ്റിട്ട് നിൽക്കുമ്പോൾ ഇവിടെ ഇവർക്ക് അമിത ഡബിൾ കറണ്ട് ചാർജാണ്, 14 മണിക്കൂർ പവർ കട്ടാണ്. ഒപ്പം തന്നെ ഇവരുടെ അതുവഴി പോകുന്ന കാരക്കോറം ഹൈവേ വഴിയാണ് ചൈനയിൽ നിന്നും പാലുൽപ്പന്നങ്ങളും പാൽപ്പൊടിയും അങ്ങനെ അല്ലറ ചില്ലറ ഭക്ഷണം എല്ലാം കൂടെ എവിടെ പോകുന്നത്, പാകിസ്ഥാനിലൊക്കെ പോകുന്നത്. ആ ഇവരുടെ മണ്ണിൽ കൂടെയാണ് പോകുന്നത്. പക്ഷെ ഇവർക്ക് ആ സാധനത്തിന് ഭയങ്കര വിലയാണ്, ആട്ടയ്ക്കും മറ്റുമൊക്കെ ഗോതമ്പിനുമൊക്കെ ഭയങ്കര വിലയാണ്. അതായത് രണ്ടാം കിട പൗരന്മാരാക്കി ഇവരെ മാറ്റുന്നു. ഇവർക്കൊക്കെ ഇവരുടെ വീടുകൾ, അതായത് ഈ POK പിടിച്ചെടുത്ത സമയത്തുണ്ടായിരുന്ന ഇവരുടെ വീടുകൾക്കൊന്നും ഇവർക്ക് പേപ്പറുകളില്ല, പേപ്പറുകൾ കൊടുക്കത്തില്ല. അത് കുറച്ചുകൂടെ മുമ്പ് ചൈനയിലെ റിയൽ എസ്റ്റേറ്റ് കമ്പനിക്ക് 123 വീടുകൾ കൊടുത്തു. അങ്ങനെ അവർ തെരുവിലിറങ്ങി. അങ്ങനെ ഇവരെ രണ്ടാം കിട പൗരന്മാരായിട്ട് ഒരു രാജ്യത്തെ ജനങ്ങൾ മാറുമ്പോൾ സ്വാഭാവികമായി അവിടെ ഉണ്ടാകുന്ന ഒരു വലിയ പ്രതിഷേധമാണ്. കാരണം ഇവരാരുടെയുമല്ല എന്നുള്ളതാണ് വിഷയം. ഇവർ പാകിസ്ഥാന്റെയുമല്ല, ഇന്ത്യയുടെയുമല്ല, ഇവരാരും ഇല്ലാതെ നിൽക്കുന്നു. ഇവരെ ഈ പാകിസ്ഥാൻ ഈ കോളനി പോലെ അല്ലെങ്കിൽ അടിമത്തം പോലെ നിൽക്കുന്നു. ഇനി ഇപ്പൊ ഉണ്ടായ സംഭവത്തിലേക്ക് അതിന്റെ ആ ഒരു കാരണങ്ങളിലേക്ക് നമുക്ക് പോവാം. മുസറാബാദ്, പൂഞ്ച്, കോട്ടലി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇതിന്റെ സംഘർഷം പെട്ടെന്ന് തുടങ്ങുന്നത്. ഇത് മറ്റേ ഈ +2 പിള്ളേരും ഹൈസ്കൂൾ പിള്ളേരും തൊട്ട് സർക്കാർ ജീവനക്കാർ വരെ ഈ കലാപത്തിലുണ്ട്. ഈ കലാപത്തിന്റെ പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് ഫീസ് ഡബിളാക്കി. ഇവർ പറയുന്നത് പാകിസ്ഥാനിലെ മറ്റുള്ള വിദ്യാലയങ്ങളുടെ പകുതി പോലും നിലവാരം POKയിലെ വിദ്യാലയങ്ങൾക്ക് ഇല്ല. പക്ഷെ ഫീസ് അതിനേക്കാൾ 2 ഇരട്ടിയാണ്. ഫീസ് കൂട്ടി. അപ്പൊ പിള്ളേർ ഒരു പ്രശ്നം ഉണ്ടാക്കിയായിരുന്നു നേരത്തെ തന്നെ. അപ്പൊ അവിടുത്തെ ഈ മെട്രിക്കുലേഷൻ മീൻസ് ഈ +1 പരീക്ഷ വന്നു. +2 പരീക്ഷ കഴിഞ്ഞപ്പോ 95% പിള്ളേരെ തോപ്പിച്ചു. ഇതാണ് ഒരു കാരണം. അതൊരു വിചിത്രമായ കാര്യമല്ലേ അത്? കാരണം ഒരു സ്ഥലത്തെ പിള്ളേർ 100 കുട്ടികൾ എഴുതിയ 95 പേരും തോറ്റു പോകുന്നു. അത് മിടുക്കന്മാരെ ഉൾപ്പെടെ തോറ്റു പോകുന്നത്. ഈ ജയിച്ചവരാകട്ടെ അവരൊന്നും ചില പരീക്ഷകൾ എഴുതിയിട്ടുമില്ല. ഇതാണ് ഒരു ഇത്. അത് പാക് സർക്കാർ ഇവരെ മനഃപൂർവ്വം തോൽപ്പിക്കുകയായിരുന്നു എന്ന് വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെയുള്ള ഒരു ഇന്റർമീഡിയറ്റിന്റെ ഫലമായിരുന്നു വന്നത്. അവരെ തോൽപ്പിക്കുകയായിരുന്നു ചെയ്തത്. പൊതുഗതാഗതത്തിന്റെ അവിടെ നേരെ ചൊവ്വേ റോഡുകളില്ല. അത് റോഡുകൾ അവർ വെക്കാത്തതിനും നമ്മുടെ ഭരണാധികാരികൾ പണ്ട് ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ കുറിച്ച് പറഞ്ഞ അതേ തിയറി തന്നെ അവർ പറയുന്നത്, റോഡിട്ട് ഇന്ത്യ വരും, അതുകൊണ്ട് റോഡ് ഇടാത്തതാണെന്നാണ് പറയുന്നത്. പൊതുഗതാഗതമില്ല, ആരോഗ്യരംഗം ആകപ്പാടെ പോയിരിക്കുന്നു. പിന്നെ ഈ ഭീകരവാദികളെ ക്യാമ്പുകൾ നടത്താനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതൊക്കെയാണ് ഇവിടെ ആ പ്രശ്നം. പക്ഷെ ഇന്നലെ ഇപ്പോൾ നടക്കുന്ന ഈ കലാപത്തിൽ പ്രധാനമായിട്ട് ഉയർന്നു കേൾക്കുന്ന ഒരു മുദ്രാവാക്യമാണ് ഈ ലോകരാജ്യങ്ങളുടെ ശ്രദ്ധ ഈ കലാപത്തിലേക്ക് കൊണ്ടുപോയത്. ആസാദി മുദ്രാവാക്യമാണ്. ഈ മുദ്രാവാക്യം നമ്മൾ ഇന്ത്യയിൽ കേട്ടിട്ടുണ്ട്. കാശ്മീരിന് ആസാദി, പിന്നെ കൊല്ലത്തിന് വരെ ആസാദി വേണമെന്നൊരു സുഡാപ്പി കുഞ്ഞ് പരിപാടിക്ക് വിളിക്കുന്നത് ഞാൻ കണ്ടതാ. ഈ ആസാദി ഇന്ത്യയിൽ മാത്രം മുഴങ്ങിയിരുന്ന ആ മുദ്രാവാക്യം ഇപ്പോൾ പാകിസ്ഥാനാണ്. ഇതാണ് പാകിസ്ഥാനെ ഭ്രാന്ത് പിടിപ്പിക്കുന്നത്. കാരണം ഇവിടുത്തെ ജനങ്ങളിൽ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് നടന്ന ഈ പ്രതിഷേധപ്പെടുന്ന കലാപങ്ങളിലൊക്കെ അവർ പറയുന്ന 2 ഡിമാൻഡുകളാണ്. ഒന്നുകിൽ ഞങ്ങളെ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് നിങ്ങൾ അംഗീകരിക്കുക. നിങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ സ്വതന്ത്ര പ്രദേശമാണെന്ന്. ഐക്യരാഷ്ട്രസഭയും പറയുന്നുണ്ട് അത് സ്വതന്ത്ര പ്രദേശമാണ്. ലോകത്തുള്ളവരെല്ലാം പറയുന്നത് സ്വതന്ത്ര പ്രദേശമാണ്. എങ്കിൽ ഞങ്ങൾ സ്വതന്ത്ര രാജ്യമായിട്ട് അംഗീകരിക്കുക, ഇല്ലെങ്കിൽ ഞങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ അനുവദിക്കുക എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജമ്മു കാശ്മീരിന് ആസാദി വേണമെന്നും പറഞ്ഞ് ഐക്യരാഷ്ട്രസഭയിലൊക്കെ പോയിരുന്ന പാകിസ്ഥാന് സ്വന്തം നാട്ടിൽ തന്നെ POKയിലെ ജനങ്ങൾ അവർക്കെതിരെ തിരിയുകയാണ്. കാരണം ഇത് ഇന്ത്യ പലവട്ടം ഐക്യരാഷ്ട്രസഭയിൽ ഉന്നയിച്ചിട്ടുള്ള വിഷയമാണ്. ഈ POKയിലെ ജനങ്ങൾ വലിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ നേരിടുന്നുണ്ട്, അവർക്ക് സ്വാതന്ത്ര്യമില്ല എന്നുള്ളത്. ഇപ്പം തിരിഞ്ഞു അവരെന്താണോ കാശ്മീരിൽ നടപ്പാക്കണമെന്ന് ആഗ്രഹിച്ചത് അതിപ്പോൾ POK നടക്കുന്നു എന്നുള്ളതാണ്. ഇനി ധനുഷ് ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ ബലൂചിസ്ഥാനിൽ ഇത്തരത്തിലൊരു സംഭവം നടക്കുമെന്ന് വെച്ചാൽ സാധ്യത കുറവാണ്. കാരണം അവിടെ ഓൾറെഡി തന്നെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവർക്ക് പാകിസ്ഥാനെതിരെ പോരാടുന്നുണ്ട്. പാക് അധിനിവേശ കാശ്മീരിൽ അങ്ങനത്തെ പോരാട്ടമില്ല. അവിടെയാണ് ഈ കലാപം ശ്രദ്ധ നേടുന്നത്. ബലൂചിസ്ഥാനിലോ ഖൈബർ പഖ്തൂൺ മേഖലയിലൊക്കെയാണ് ഓൾറെഡി അവിടെ തെഹ്രിക്ക് താലിബാനുണ്ട്, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുണ്ട്. അവർ എത്രയോ വർഷങ്ങളായിട്ട് തന്നെ ഈ ഫൈറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫൈറ്റ് ഇല്ല. ഇതിനൊക്കെയുള്ള പ്രതിഷേധങ്ങൾ വരും, അപ്പൊ തന്നെ വെടിവെപ്പ് വരും, പോലീസ് പിടിച്ചോണ്ട് പോകും. ഈ അടുത്തൊരു വലിയ പ്രക്ഷോഭം നടന്നു. ധനുഷിന് ഓർമ്മ കാണും. ഒരു 2 മാസം മുമ്പ് നമ്മൾ പ്രേക്ഷകർക്ക് നന്നായി ഓർക്കാൻ കഴിയും, അധികം സമയമൊന്നും കഴിഞ്ഞു, 2 മാസം മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അന്ന് കുറെ ഡിമാൻഡ്സ് ഇവർ മുമ്പോട്ട് വെച്ചപ്പോൾ ഷെഹാബാസ് ഷെരീഫ് പോയിട്ട് ഇവർക്ക് ഡിമാൻഡ്, ഇത് സ്ഥിരം പണി ഇതാണ്. ഇവര് പ്രശ്നം ഉണ്ടാക്കും, ചെല്ലുമ്പോൾ പറയും നിങ്ങളുടെ എല്ലാ സംഭവമൊക്കെ ഞങ്ങൾ സോൾവ് ചെയ്തു തരുന്നു എന്ന് പറയും. അവിടെ നിന്ന് ഒതുങ്ങും.
ഈ അവാമി ആക്ഷൻ കമ്മിറ്റിയാണ് ഇത്. മുമ്പ് അവിടെ 8ഓളം രാഷ്ട്രീയ പാർട്ടികളും മറ്റുമൊക്കെ ഉണ്ട് അവിടെ. മുമ്പ് അവർ സെപ്പറേറ്റ് ആയിരുന്നു സമരങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല, ഒറ്റയടിക്കാണ് ഈ സമരം. എരുതിയിൽ എണ്ണ ഒഴിക്കാന്നുള്ള രീതിയിൽ ഒരു വെടിവെപ്പ് നടന്നിരിക്കുന്നത്. പക്ഷെ ഈ വെടിവെപ്പിന്റെ വിഷ്വൽസ് അവിടെ വൈറലായത് എങ്ങനെയെന്ന് വെച്ചാൽ പാക് പട്ടാളം വെടിവെച്ചു എന്നുള്ളതാണ്. അതാണ് പെട്ടെന്ന് ഈ കലാപത്തിന് കാരണമായത്. ഈ വെടിവെപ്പ് വന്നതോടുകൂടി ഈ പ്രതിഷേധ പ്രകടനങ്ങളും മറ്റുമൊക്കെ സ്കൂൾ വിട്ടിട്ട്, നമ്മൾ നേപ്പാളിൽ കണ്ടതുപോലെ തന്നെ ഈ സ്കൂളൊക്കെ വിട്ട് കുട്ടികൾ തെരുവിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. പിന്നെ സർക്കാർ ജീവനക്കാർക്ക് കുറെ നാളുകളായി അവിടെ ശമ്പളം കിട്ടിയിട്ട് അവരും ഈ കൂട്ടത്തിൽ അങ്ങ് ചേർന്നു. അപ്പോഴാണ് ഈ വെടിവെപ്പിന്റെ വിഷ്വൽസ് വൈറലാകുന്നത്. അപ്പോൾ പാക് പട്ടാളം കുട്ടികൾക്ക് നേരെ വെടിവെച്ചു, അനവധി പേർ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ രീതിയിൽ അവിടെ ഒരുപക്ഷെ അമേരിക്ക കണക്കുള്ള രാജ്യങ്ങൾ നമ്മുടെ ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനും ഒപ്പം തന്നെ അവിടെ ഒരു പ്രശ്നമേഖലയായി നിലനിർത്താനും വേണ്ടി ചെയ്ത് ഒരു കാര്യമായിരിക്കും ഈ അവരുടെ ചാരസംഘടനകളെ മറ്റും വെച്ചിട്ട് ഈ അജ്ഞാതന്റെ വെടിവെപ്പ് എന്നതിലേക്ക് നമുക്ക് ന്യായമായും സംശയിക്കാവുന്ന ഒരു കാര്യം തന്നെയാണത്. പക്ഷെ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു തുള്ളി രക്തം ചീന്താതെ POK നമ്മളിലേക്ക് വന്നു ചേരും, നമ്മൾ അതിനുവേണ്ടി പടക്കോപ്പും വെടിയുണ്ടോ ഒന്നും ചെലവാക്കണ്ട എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോഴത് പതുക്കെ പതുക്കെ ശരിയായി വരുന്നു. അവിടുത്തെ ജനം പറയുന്നു ഞങ്ങളെ ഇന്ത്യയിലേക്ക് വിടും. അവരത് പറയാനുണ്ടായ കാരണമുണ്ട്. എന്താണെന്നറിയാവോ? ഈ കടുത്ത ഇന്ത്യ വിരോധികളായവർ പോലും പറയുന്നു ജമ്മു കാശ്മീരിലേക്ക് നോക്കൂ, അവിടെ ന്യൂഡൽഹിയിൽ എന്താണോ അവിടുത്തെ വിദ്യാഭ്യാസം അതിന് ഈക്വലാണ് ജമ്മു കാശ്മീരിൽ. എന്താണോ ഇന്ത്യയിലെ എല്ലായിടത്തും റോഡ് ആ ഈക്വലാണ് ജമ്മു കാശ്മീരിൽ. അവിടെ എല്ലാം ത്വരിതഗതിയിൽ വികസനവും കാര്യങ്ങളും പോലും കുട്ടികളൊക്കെ നല്ല രീതിയിൽ പഠനം നടത്തുന്നു. അങ്ങനെ വലിയ രീതിയിൽ തന്നെ അത് മുമ്പോട്ട് പോകുന്നു. അത് ഈ കാശ്മീർ എന്ന് പറയുമ്പോൾ ഇവിടെ വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. ഈ കാശ്മീരിലുള്ളവരുടെ പലരുടെയും കുടുംബവും കുടുംബക്കാരും റിലേറ്റീവ്സ് ഒക്കെ അവരുടെ റിലേറ്റീവ്സും ഇവിടെയാണ്. അപ്പൊ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അവർക്ക് സിമ്പിളായിട്ട് അറിയാൻ പറ്റും. ഇവിടെ എന്താണ് നടക്കുന്നത്, കാശ്മീരിലെ ഡെവലപ്മെന്റ്സ് എന്താണ്. കാരണം സ്വാഭാവികമായ ബന്ധുക്കളാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ ചെയ്യുമ്പോൾ കാര്യങ്ങൾ പറയുമല്ലോ, ഇന്നതാണ് ഇവിടെ നടക്കുന്നത്, ഞങ്ങൾക്ക് ഇപ്പൊ പുതിയ റോഡ് വന്നിട്ടുണ്ട്, പുതിയ ലൈറ്റ് വന്നിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള സ്കോളർഷിപ്പ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായി അതിനപ്പുറത്ത് കിടക്കുന്നവരെന്ത് കരുതും, ഞങ്ങളൊരു അടിമരാജ്യത്താണല്ലോ കിടക്കുന്നില്ല, അടിമകളെ പോലാണല്ലോ ഇവിടെ കിടക്കുന്ന ഒരു ചിന്ത അവർക്കും ഉണ്ടാകും. അതുകൊണ്ടാണ് അവരിൽ കൂടുതൽ പേര് പിന്നെ ഇപ്പോൾ ഇന്ത്യൻ പക്ഷത്തേക്ക് ചേരണമെന്ന് പറയും. ഇതിനിടയിലാണ് അസീം മുനീർ വിദഗ്ധമായി തന്നെ അവിടുത്തെ ഭരണഘടനയുടെ 27ാം ഭരണഘടനാ ഭേദഗതി, അതായത് 243 ആർട്ടിക്കിൾ 243 ഭേദഗതി ചെയ്യുകയാണ്. അതായത് സൈന്യത്തിലേക്ക് കംപ്ലീറ്റ് ജുഡീഷ്യറിയെ പോലും കട്ട് ചെയ്തുകൊണ്ട് എല്ലാം സൈന്യാധിപൻ എന്നുള്ള ഒരു സ്വച്ഛാധിപത്യത്തിലേക്ക് നീങ്ങുകയാണ് പാകിസ്ഥാൻ. ഇത് പുതുമയുള്ള ഒരു വാർത്തയാണെന്ന് ചോദിച്ചാൽ പുതുമയുള്ള വാർത്തയല്ല. നമ്മളെ സംബന്ധിച്ച് ഒരു പുതുമയുള്ള വാർത്തയല്ല. കാരണം നമ്മളിത് എത്രയോ നാളുകൊണ്ട് ചർച്ച ചെയ്യുന്നതാണ്. മുനീർ അവിടെ ഭരണം പിടിച്ചു നമ്മൾ പറയുന്നതാണ്, അവിടെ ഏകാധിപതി ആകുന്നു എന്ന് നമ്മൾ പറയുന്നതാണ്. ഇതിന് അമേരിക്കയ്ക്ക് ഒരുപാട് താല്പര്യമുണ്ട് മുനീറിനെ ഇങ്ങനെ അവിടെ ഭരണാധികാരിയായിട്ട് കൊണ്ടുവരണം എന്നുള്ളത്. കാരണം മുനീർ വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ ഓരോ പീസായിട്ട് പുള്ളി വിറ്റോളും. ആ ഒരു ഡീലൊക്കെ നേരത്തെ തന്നെ വെച്ചിട്ടുണ്ട്. ബലൂചിസ്ഥാന്റെ ഭാഗങ്ങൾ മറ്റു ഭാഗങ്ങളൊക്കെ മുറിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ അമേരിക്കയുടെ പണി എന്താ ലോകത്ത് ചെയ്യുന്നത്? ഈ ഉക്രൈനകത്ത് എന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഉക്രൈന്റെ ഏതാണ്ട് ഒരു 50% സ്ഥലവും ഇപ്പൊ അമേരിക്കയുടെ കയ്യിലല്ലേ. അവരവിടെ കുറെ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നു, ഖനി വെക്കുന്നു, എല്ലാം വെച്ചു. പിന്നെ ഇപ്പൊ കടം കൂടായി. കാരണം ഈ പൈസ എന്ന് യുക്രൈൻ വീട്ടിൽ തീർക്കും. അപ്പൊ ഏതാണ്ട് അവരുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ഇതേപോലെ തന്നെ പാകിസ്ഥാനിലും സ്ഥലം ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരിലേക്ക് പോകും. ഇതിനുള്ള ഒരുക്കങ്ങൾ നേരത്തെ തന്നെ നടത്തിയിരുന്നു. നേരത്തെ തന്നെ നടത്തിയതിനു ശേഷമാണ് ഇപ്പോൾ ഈ മുനീറിനെ ഈ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടിരുന്നത്. ഇനി മുനീറിന് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മുനീർ ഭയക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ നടന്ന ജൻസി കലാപം, ഈ ജൻസി കലാപം പാകിസ്ഥാനിലേക്ക് വ്യാപിക്കുകയാണ്. കാരണം അവിടുത്തെ ജനങ്ങളും വലിയ രീതിയിൽ തന്നെ പ്രതിഷേധവുമായ രംഗത്തുണ്ട്. കാരണം ഈ ഖൈബർ പഖ്തൂൺഖവയിലുള്ള തെഹ്രിക്കെ താലിബാൻ ആണെങ്കിലും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ആണെങ്കിലും ഒക്കെ പാകിസ്ഥാനെതിരാണ്. ഇത് കൂടാതെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ ഇസ്ലാമാബാദിലും കറാച്ചിയിലും അടക്കമുള്ള മറ്റ് ജയ്ഷെ മുഹമ്മദ്, ലഷ്കർ-ഇ തോയ്ബ പോലുള്ള ഭീകര സംഘടനകളുടെ അണികൾ ഈ അഫ്ഗാനിസ്ഥാനുമായിട്ട് പാകിസ്ഥാൻ നടത്തുന്ന ഈ വെടിവെപ്പും അറ്റാക്കും ഒക്കെ വലിയ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. നമ്മുടെ ആളുകളെ തന്നെ നിങ്ങൾ എന്തിനു കൊല്ലുന്നു, അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരും വന്നിട്ടുണ്ട്. അപ്പൊ മുനീറിനെതിരെ അവിടെ ഒരു വലിയ പ്രതിഷേധമോ കലാപമോ ഉണ്ടാകാനുള്ള സാധ്യത മുനീർ മുൻകൂട്ടി കാണുന്നുണ്ട്. അതിനെ തടയിടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ആണവ പരീക്ഷണം നടത്തുന്നതും ഇന്ത്യയായിട്ട് കൊമ്പുകോർക്കാൻ വരുന്നത്. ഇവർക്ക് എന്ത് പ്രതിസന്ധി വരുമ്പോഴും ഇവർക്ക് പിടിച്ചു നിൽക്കാൻ ആകെയുള്ളത് ഇന്ത്യയുമായിട്ടുള്ള ക്ലാഷാണ്. അത് പറയുമ്പോഴത്തേനും പാകിസ്ഥാനികളെല്ലാം കൂടെ ഒറ്റക്കെട്ടായിട്ട് അനങ്ങാതിരിക്കുമല്ലോ. അവര് പറയും ഇന്ത്യക്കെതിരെ ഇന്ത്യ നമ്മുടെ ശത്രുവാണ്, ഇപ്പൊ നമ്മൾ അടിക്കാൻ പോകുന്നു, നമ്മളിപ്പോ ഇന്ത്യ അടിക്കാൻ പോകുന്നു എന്നൊരു യുദ്ധഭീതി നിലനിർത്തിക്കൊണ്ട് ഈ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ടാണ് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇന്ത്യയുമായി ഒരു ഏറ്റുമുട്ടൽ നടക്കും എന്ന് നമ്മൾ പറയാൻ കാരണം മുനീറിനെ സംബന്ധിച്ച് ഒരു ചെറിയ അറ്റാക്ക് നടത്തുക, ഇല്ലെ ഇന്ത്യയിൽ എവിടെങ്കിലും ഒരു ഭീകരപ്രവർത്തനം നടത്തുക, പുള്ളി ഒരു ഹീറോ പരിവേഷം നേടുക, ഒരു യുദ്ധാന്തരീക്ഷം ഉണ്ടാക്കുക പാകിസ്ഥാനിൽ. അപ്പോഴേക്കും ജനം എന്തു പറ്റും?
മുനീറിനൊപ്പം നിൽക്കും. അങ്ങനെയാണല്ലോ യൂനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഇന്ത്യക്കെതിരെ ഒരു വികാരം ജനിപ്പിക്കുക, ഇന്ത്യ നമ്മളെ ആക്രമിക്കും, ഒറ്റക്കെട്ടായിട്ട് നമ്മൾ നിൽക്കണം. അപ്പൊ ആരാണ് ലീഡർ? ഞാനാണ് ലീഡർ, ഞാൻ മുമ്പ് നിൽക്കും, ഞാൻ വീരനാണ്, ശൂരനാണ്, ഞാൻ നിൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മുഴുവൻ പിന്തുണ ആർജിക്കുക, അതുവഴി ഒരു ഭരണാധികാരം നിലനിർത്തുക എന്നുള്ളതാണ് മുനീറും ചിന്തിക്കുന്നത്, യൂനസും ചിന്തിക്കുന്നത് അതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ വലിയ പ്രതിഷേധം വരും. ഈ പ്രതിഷേധം വന്നു കഴിഞ്ഞാൽ ഇത് ഇന്റർനാഷണൽ മീഡിയാസിൽ വരും, ലോകം മുഴുവൻ അറിയും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാനിലേക്കുള്ള ഫണ്ട് ഒഴുക്ക് തീരും. ഇപ്പൊ IMF ആയാലും മറ്റേ ലോകബാങ്ക് ആയാലും ഇല്ലെങ്കിൽ മറ്റ് ഏജൻസികളായാലും ഒക്കെ ഫണ്ട് കൊടുക്കുന്നത് അതോടുകൂടി നിർത്തിക്കളയും. മറ്റു പല രാജ്യങ്ങളും, യൂറോപ്യൻ കൺട്രീസ് പോലും ഫണ്ട് നിർത്തിക്കളയും. കാരണം അവിടുത്തെ ജനം തന്നെ വലിയ പ്രശ്നത്തിലാണ്, വലിയ വിഷയമായി കഴിയുമ്പോൾ പിന്നെ ഫണ്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇത് വരും. അപ്പൊ ഇത് വരുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ നിന്ന് വാങ്ങിച്ചു കൂട്ടിയാലും കുഴപ്പമൊന്നുമില്ല, ഇന്ത്യ എത്ര കൊടുത്താൽ അതൊക്കെ വാങ്ങിച്ചു കൂട്ടിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്ക് ഹീറോ ആയിട്ട് നിൽക്കണം, എന്റെ അധികാരം ഇത് ചെയ്യണം എന്നുള്ളതാണ്. പക്ഷെ ഈ ജൻസി കലാപം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പാക് അധിനിവേശ കാശ്മീരിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല. പാകിസ്ഥാനിൽ ഉടനീളം അവിടുത്തെ വിദ്യാർത്ഥികളും യുവാക്കളും ഒക്കെ കടുത്ത പ്രതിഷേധത്തിലാണ്. കാരണം അവരെ സംബന്ധിച്ച് നമുക്ക് ഇന്ത്യയുമായിട്ട് ഒരിക്കലും താരതമ്യം ചെയ്യാൻ കഴിയുന്ന രാജ്യമല്ലല്ലോ പാകിസ്ഥാൻ. നമ്മളുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. അവരിപ്പോഴും ആ സ്വാതന്ത്ര്യം കിട്ടിയ കാലഘട്ടത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. നമ്മൾ അതിൽ നിന്ന് ബഹുദൂരം മുൻപോട്ട് പോയിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അവിടെയും ഈ പ്രതിഷേധത്തിന് സാധ്യതകൾ വളരെയധികം ഉണ്ട്. ഒരുപക്ഷെ നാളുകളിൽ വികസിക്കുന്ന ഒരു വലിയ സ്റ്റോറി ആയിരിക്കും ഈ പാക് അധിനിവേശ കാശ്മീർ.